മഹാകഷ്ട അതിനുള്ള ജീവിതം. വരുന്ന വഴിയിൽ നമ്മൾ കണ്ട മാനം മുട്ടേ നിൽക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഇതിനുള്ളിൽ ജീവിക്കുന്നവരുടെ വേർപാടോ. കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ദയനീയമാണെന്ന് വിചാരിച്ചില്ല. നിങ്ങളെന്തേ അവിടെ തന്നെ നിന്ന്? നിനക്കവനെ കാണണ്ടേ രാജു? വേണ്ട, എനിക്ക് കാണണ്ട അഷ്റഫ്. മലയംകുളത്ത് പരീതിക്കാട് മകൻ ജീവിക്കണ ഒരു ചിത്രമുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷേ അതിന് ഈ ലേബർ ക്യാമ്പിന്റെ രൂപമല്ല. അവനും നിന്നെ ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ വല്ലാത്ത വിഷമമുണ്ട്. വാ, നമുക്ക് പോവാം. നീ എന്താ മൂഡ് ഔട്ട് ആണല്ലോ? ആ ലേബർ ക്യാമ്പ് കണ്ടിട്ടാ? എന്നാലും നമ്മുടെ പരീതിക്കാട് മോനത്തിനാ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കുന്നത്? നാട്ടില് കാറും ബംഗ്ലാവും ഒക്കെ ജീവിക്കണ പലരുടെയും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് രാജാ. വാ, സൂക്ഷിച്ചു വാ. കണ്ടില്ലേ, നിന്റെ മനസ്സിലെ ദുബായ് ഇതല്ലേ? ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളെ ഇല്ലത്തേലെ ഷെഫീക്ക് ജോലി ചെയ്തിരുന്നത്. എന്താ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടുന്ന് ക്യാൻസൽ അടിച്ചു വന്നിട്ട് ഒരു ജാതി കോലായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അല്ല, സത്യത്തിൽ എന്താ ഉണ്ടായേ? അവൻ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ പെണ്ണുണ്ടാക്കിയ ബിരിയാണിയും തിന്ന് പിരിഞ്ഞതാ ഞങ്ങള്. ഡെസേർട്ട് സഫാരിക്ക് രണ്ടാളും പോവാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞതാ. കേൾക്കണ്ടേ, അവൾക്കായിരുന്നു ത്രില്ല്. അപകടമരണം. ആ കുട്ടിക്ക് ദൈവം അത്രേ വിധിച്ചിട്ടുള്ളൂ. ഓ, നാട്ടിൽ എന്തെല്ലാം കഥകളാ പറഞ്ഞു നടന്നിരുന്നറിയൂ. നാട്ടിലുള്ളവർക്ക് വേറെന്താ പണി? എന്തേലും ഒന്ന് കേട്ടാ അതിന്റെ മേലെ ഓരോന്ന് പടച്ചുണ്ടാക്കാൻ, അല്ലാണ്ട് എന്താ? കുറച്ചു കാലം മാനസികനിലാകെ തകർന്ന് ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. നല്ല ജോലിയായിരുന്നു, അതും പോയി. ഞങ്ങള് കുറെ ശ്രമിച്ചു നോക്കി ഒന്ന് നന്നാക്കിയെടുക്കാൻ, പക്ഷേ സാധിച്ചില്ല. അവസാനം എല്ലാവരും കൂടി ഒരുവിധം നാട്ടിലേക്ക് അയറ്റി അയച്ചു. നമ്മുടെ ശ്രീകുട്ടനെ ടിക്കറ്റ് എടുത്തു കൊടുത്തത്. ഏത് ശ്രീകുട്ടൻ? നമ്മുടെ ലോലൻ ശ്രീകുട്ടൻ. അന്ന് 6ൽ പഠിക്കുമ്പോ സാവിത്രി ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്തേ. ആ, നമ്മുടെ ചേമ്പത്തെ നാരായണൻ നായരുടെ മകൻ. ആ, അവൻ തന്നെ. നല്ലോനാ. എന്താ കക്ഷിയുടെ വിവരം? നല്ല ജോലിയാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം? മുഹബത്തിൻ തേൻകണം തന്നാട്ടെ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടെ. മുഹബത്തിൻ തേൻകണം തന്നാട്ടെ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടെ. കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. മുഹബത്തിൻ തേൻകണം തന്നാട്ടെ, സുവർഗത്തിൻ വാതിലിൽ വന്നാട്ടെ.
കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. അഴകേ നിൻ മാനസത്തിൽ എനിക്കിടമില്ലേ, മലരേ നിൻ ചുണ്ടിലൂറും മധുവെനിക്കല്ലേ. അഴകേ നിൻ മാനസത്തിൽ എനിക്കിടമില്ലേ, മലരേ നിൻ ചുണ്ടിലൂറും മധുവെനിക്കല്ലേ. ഇടനെഞ്ചിൻ താളമൊന്ന് പകർന്നു നീ തരണേ, ഇരസത്തിൻ തൂമധുരം നേദിക്കാൻ വരണേ. നിറമുള്ള നറുമുള്ള മാലകൾ കോർക്കാൻ ബദറുൽ മുനീറിന്റെ കഥ പറഞ്ഞിരിക്കാം. ലൈലത്തുൽ മുഹബത്തിൻ കിസ്സകൾ ഓർക്കാം, സ്നേഹത്തിൻ മുന്തിരി തോപ്പുകൾ തീർക്കാം. മുഹബത്തിൻ തേൻ കണം തന്നാട്ടെ, സുബർക്കത്തിൻ വാതിൽ വന്നാട്ടെ, കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. സുമുഖി നിൻ കണ്ണിലുള്ള കുറുമ്പൊന്ന് നുള്ള, സുമമാല്യം ചൂടി നിൽക്കും കുളിർമയിൽ പോകാൻ. സുമുഖി നിൻ കണ്ണിലുള്ള കുറുമ്പൊന്ന് നുള്ളാൻ, സുമമാല്യം ചൂടി നിൽക്കും കുളിർമയിൽ പോകാൻ. കൽബുകളിണ ചേർന്ന് പാറിപ്പറക്കാൻ, നിലവിന്റെ പൊന്നുഞ്ഞാലിൽ ആടിത്തിമർക്കാൻ. മഴവില് വിരിയുന്ന മനസ്സിന്റെ അരയിൽ മിഴിവൊഴുകും മലർ മഞ്ചമൊരുക്കാം. പാൽനിലവുതിരുന്ന പൂത്തിരുരാവിൽ മാനത്തെ താരങ്ങൾ നോക്കിയിരിക്കാം. മുഹബത്തിൻ തേൻ കണം തന്നാട്ടെ, സുബർക്കത്തിൻ വാതിൽ വന്നാട്ടെ, കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. മുഹബത്തിൻ തേൻ കണം തന്നാട്ടെ, സുബർക്കത്തിൻ വാതിൽ വന്നാട്ടെ, കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. വന്നിട്ട് ഒരാഴ്ച പോയതറിഞ്ഞില്ല. സമയം പോയത് അറിയണില്ലല്ലേ? ഇന്നലെ മോളെ സ്വപ്നം കണ്ടു, പിന്നെ തീരെ ഉറങ്ങിയിട്ടില്ല. ഒരാഴ്ചത്തെ വേർപാടിന്റെ വിഷമം. താൻ ഞങ്ങളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. എന്തൊക്കെ നേടാനുള്ള ഈ ഓട്ടപ്പന്തയത്തിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ഒരു വലിയ നഷ്ടക്കച്ചവടമാടും ഞങ്ങൾക്കൊക്കെ. അതൊന്നും ആലോചിച്ചാ ഒരെത്തും പിടിയും കിട്ടില്ല.
എന്താ രാജ ഇന്നത്തെ പരിപാടി? ആ, നിന്റെ കുളി കഴിഞ്ഞോ? ഞാൻ വേഗം കുളിക്കട്ടെ. നാട്ടിൽ നിന്ന് കുറച്ച് കാശ് വരാനുണ്ട്, അതൊന്ന് വാങ്ങണം. പിന്നെ നാസറുദ്ദീന്റെ വക്കീലിനെ ഒന്ന് കാണണം. എന്റെ വരവിന്റെ പ്രധാന ഉദ്ദേശം ഇനിയും ബാക്കി കിടക്കുകയല്ലേ. കുറച്ച് ഐശ്വര്യം വന്ന പഴയതൊക്കെ മറക്കണ ലോകം അത്. ഇവന് ഇപ്പോഴും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആ നല്ല മനസ്സാ അവനെ ഈ നിലയിലൊക്കെ എത്തിച്ചത്. ശരിയാ, അല്ലെങ്കിൽ ആരാ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ ചെയ്യാ? ആരത്? അക്ബറാ, വാ ഇരിക്ക്. രാജു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു യാത്രയിലാ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. അവൻ കുളിക്കുക. പിന്നെ അലനിൽ എന്തൊക്കെയാ വിശേഷങ്ങള്? എന്ത് പറയാനാ, നേരം വെളുക്കണു, വൈകുന്നേരം ആകുന്നു, പിന്നെ നേരം വെളുക്കണു, വൈകുന്നേരം ആകുന്നു. അല്ലാതെ അറബി വീട്ടിൽ എന്ത് വിശേഷമുള്ളത്? നീ ഇരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം. രാജു, നിന്റെ കുളി കഴിഞ്ഞാ? എന്തേ? നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാ? ആരാന്ന് നീ വന്നോക്ക്. ആ, അക്ബറോ? നീ എന്നാ എത്തിയേ? ഞാൻ ഒരാഴ്ചയായി. എന്താ നാട്ടിലെ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖം. എന്താ നിന്റെ വിശേഷം? നിനക്കെന്താ ജോലി ഇവിടെ? ഇവിടെ ഒരു അറബി വീട്ടിലാ. നീ ആളാകെ മാറിപ്പോയി. നീ ഓർക്കാറുണ്ടോ നമ്മുടെ ആ പഴയ കാലമൊക്കെ? എവിടെ? അതൊന്നും ഓർക്കാതിരിക്കാനാണോ ശ്രമിക്കുന്നത്? ആരാ വണ്ടിയില്? അതെന്റെ കുറച്ച് ഫ്രണ്ട്സാ. നമ്മുടെ അനസുണ്ട്. എന്നാ അവരെയും കൂടി വിളിക്കടോ. വേണ്ട, ഞങ്ങൾ കുറച്ച് തിരക്കിലാ. അവനിപ്പോ ഇറങ്ങാൻ പറ്റിയ മൂഡിലുമല്ല. അവന്റെ ലൈല മരിച്ചിട്ട് എന്നേക്ക് 1 കൊല്ലം തികയേ. ലൈല മരിച്ചിട്ട് 1 കൊല്ലായാ? ഓ, എത്ര വേഗം ഒരു വർഷം പോയത്. അവരെ ഐലൻഡിൽ വിട്ടിട്ട് എനിക്ക് വേഗം അലൈനിൽ തിരിച്ചെത്തണം. നമ്മുടെ അനസിന്റെ കാര്യം ഈ പറയുന്നത്? ആരാ ഈ ലൈല? എന്താ ഉണ്ടായത്? ഒരു പാകിസ്ഥാനി പെൺകുട്ടിയായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാണെങ്കിലും അവർ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. അവളുടെ വാപ്പ എന്തായാലും ഒരു പാകിസ്ഥാനിയല്ലേ? ഈ ഒരു ബന്ധം അംഗീകരിക്കാൻ അയാൾ തയ്യാറാവോ? ഇവര് പിരിയാനും